Okay. ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ we discussed about the syllabus of human geography and saw the various topics that we need to learn in human geography. അപ്പോൾ ഇന്ന് അടുത്ത ഈ വീഡിയോയിൽ നമുക്ക് ഈ ഹ്യൂമൻ ജോഗ്രഫിയുടെ ഹിസ്റ്റോറിക്കൽ ബേസിസ് നമ്മൾ പറഞ്ഞു എൻവയൺമെൻ്റലിസം ആൻഡ് പോസിബിളിസം ഈ രണ്ട് പെർസ്പെക്റ്റീവ്സ് എന്നാണ് ഹ്യൂമൻ ജോഗ്രഫി ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അതായത് എൻവയൺമെൻ്റലിസം മീൻസ് that man is a servant of nature, of the environment. The environment dictates man's culture, his development, right? His mobility, his way of life, his actions are all determined or limited by the environment. So man doesn't have a free will. Man ഒരു free will ഇല്ല. He is totally being controlled by environment. അപ്പോൾ ഇതിൽ കുറേ പേര് റൈറ്റ് ഫ്രം ഇറ്റ്സ് ബിഗിനിങ് ജോഗ്രഫിയുടെ തുടക്കം മുതൽ തന്നെ ദിസ് വാസ് ഡിറ്റർമിനിസ്റ്റിക്. ദിസ് അപ്രോച്ച് ദാറ്റ് ജോഗ്രഫേഴ്സ് യൂസ്ഡ് അറ്റ് ദാറ്റ് ടൈം വാസ് ഡിറ്റർമിനിസ്റ്റിക്. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അരിസ്റ്റോട്ടിൽ വാസ് എ ഗ്രീക്ക് അല്ലേ. അപ്പോൾ 200 BC ആ സമയത്തൊക്കെ അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞേ, അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹി സെഡ് ദാറ്റ് വേൾഡിൻ്റെ പല റീജിയൻസിലുള്ള മനുഷ്യരുടെ അവരുടെ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വെച്ചിട്ട് ആ മനുഷ്യരുടെ നേച്ചർ ഇയാൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് അരിസ്റ്റോട്ടിൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കോൾഡ് കൺട്രീസ് ഇപ്പോൾ ആർട്ടിക്കിനോട് ചേർന്നുള്ള യൂറോപ്യൻ കോൾഡ് കൺട്രീസിലൊക്കെ ആൾക്കാർ വളരെ വർക്കഹോളിക്കാണ്. ദ വെരി ഓണസ്റ്റ്, ദ വെരി ഹാർഡ് വർക്കിംഗ്, റൈറ്റ്, ബട്ട് ദേ ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് തിങ്കിങ് കേപ്പബിലിറ്റി. they are very honest people, they are very hardworking and all that, they are very industrious, but they are not very thinking and enterprising people. Maracha, the warmer regions like Asia and all that, he said Asians were like warmer, staying in warmer climates. They are cunning people, they are lazy people. Okay. അപ്പോൾ ഹിന്ദിയിൽ പറയും കാംചോർ എന്ന് പറയും. അതായത് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാതെ, ജോലി ചെയ്യാൻ താല്പര്യമില്ലാതെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇത് കാംചോർ. അപ്പോൾ ഇവർ കാംചോർ ആൾക്കാരാണ് ഏഷ്യൻസ്. ദ ബെസ്റ്റ് പീപ്പിൾ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വേർ ദ ഗ്രീക്സ്. വൈ? ബിക്കോസ് ഗ്രീക്ക് വാസ് സിറ്റുവേറ്റഡ് റൈറ്റ് ഇൻ ദാറ്റ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ ലാറ്റിറ്റ്യൂഡും ആ ലൊക്കേഷനുമാണ് ഗ്രീസിനെ ഇത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് ദാറ്റ്സ് എ ബെസ്റ്റ് പീപ്പിൾ അറൗണ്ട് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ റൈറ്റ് ഫ്രം ദാറ്റ് ടൈം, അരിസ്റ്റോട്ടലിൻ്റെ ടൈം മുതൽ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ളൊരു തിങ്കിങ് ആണ് ജോഗ്രഫി അപ്രോച്ച് ചെയ്തേക്കുന്നത്. ഈവൻ ലേറ്റർ ഓൺ സ്ട്രാബോ എന്ന് പറഞ്ഞ ഒരാൾ, STRABO, സ്ട്രാബോ, ഹി വാസ് എ റോമൻ. ഓക്കെ. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ കാലശേഷം റോമൻ എംപയറൊക്കെ വളരെ വിപുലമായപ്പോഴേക്കും സ്ട്രാബോ എന്ന് പറഞ്ഞ ഒരാൾ. ഓക്കെ. ദർ അതേഴ്സ് ഓൾസോ, ടോളമി. ഓക്കെ. ഇങ്ങനെയുള്ള കുറേ ജോഗ്രഫേഴ്സ് ഉണ്ട്, എറാട്ടോസ്തനസ്. ഓക്കെ. അപ്പോൾ ഇവരൊക്കെ ഈ ഡിറ്റർമിനിസ്റ്റിക് ഔട്ട്ലുക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. പിന്നീട് വന്ന ആൾക്കാർ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പേഴ്സണാലിറ്റീസ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അരിസ്റ്റോട്ടിൽ, ദെൻ സ്ട്രാബോ, മോണ്ടെസ്ക് എന്ന് പറഞ്ഞൊരു പുള്ളി, MONTESQUE, മോണ്ടെസ്ക്. ഓക്കെ. ടോളമി, എറാട്ടോസ്തനസ്, റൈറ്റ്. അതിനുശേഷം പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ അറബ്സിൻ്റെ കാലം വന്നപ്പോഴേ അറബ്സ് കുറച്ച് പ്രോമിനൻ്റ് ആയി. 7th century 8th century. അൽ മസൂദി എന്ന് പറഞ്ഞൊരു ജോഗ്രഫർ. Okay, so he divided world into 7 climatic regions. 7 climatic regionസിലായിട്ട് പുള്ളി വേൾഡിനെ ഡിവൈഡ് ചെയ്തേക്കുന്നു. സോ അഗൈൻ ഹി വാസ് ഡിറ്റർമിനിസ്റ്റിക് അല്ലേ. സോ ക്ലൈമറ്റ് ഓഫ് എ റീജിയൻ ആക്ച്വലി ഡിറ്റർമിൻസ് how people behave and how the culture of an area develops and how the nature of people would be, physical as well as their cultural characteristics would be. അപ്പോൾ ഇത് he said that. ഇനി പിന്നെ കാലം കുറേ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 17th century 18th century ആയപ്പോഴേക്കും നമ്മുടെ ഇമാനുവൽ കാന്റ് എന്ന് പറഞ്ഞ ഫിലോസഫർ, സോ he did a few understandings about geography also. So ഇയാളുടെ ഒരു ഫേമസ് കോട്ടുണ്ട്, ഒരു എക്സാമ്പിൾ ദാറ്റ് he put, that is about New Holland. New Holland is nothing but Indonesia. Indonesian ആൾക്കാർ their eyelids are almost always half closed. ഇന്തോനേഷ്യയുടെ ആൾക്കാരുടെ eyelids are almost half closed. Why? Because there are numerous flies in that region. അപ്പോൾ അവരുടെ ആ ഫ്ലൈസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഐലിഡ്സ് എപ്പോഴും ഇവർ ഹാഫ് ക്ലോസ് ചെയ്താണ് വെച്ചേക്കുന്നത്. സോ അഗൈൻ ഡിറ്റർമിനിസ്റ്റിക് തിങ്കിങ്. ഇതിന് ശേഷം വന്ന
ആൾക്കാർ. നൗ ഇപ്പോൾ ഇതുവരെ നമ്മൾ ഒരു ക്ലാസിക്കൽ ജോഗ്രഫേഴ്സ്, അതിന് മുമ്പുള്ള ജോഗ്രഫേഴ്സായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവരെ കാറ്റഗറൈസ് ചെയ്യാം. അതിനുശേഷം വന്ന ആൾക്കാരാണ് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് പേഴ്സൺ ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇസ് കാൾ റിറ്റർ, RITTER, കാൾ റിറ്റർ. അതായത് ഒരു 1780s 17ൻ്റെ അവസാനം തൊട്ട് 1859 പുള്ളിയുടെ ഡെത്ത്. സോ അതുവരെ ഉള്ള സോ Carl Ritter is actually famous. Why? Because he is considered to be the father of modern geography. One, okay. ഈ പുള്ളിയുടെ ഡൈ എർട്ട് കുണ്ടെ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, DIEERDKUNDE, ഡൈ എർട്ട് കുണ്ടെ. അപ്പോൾ ഇതിനകത്ത് he actually says that nature and humans have to be at a harmony with each other for the cultural development of humanity or human race. A harmonious relationship with nature is paramount. അപ്പോൾ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കൾച്ചറലി നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നേച്ചർ ഇസ് ഡിറ്റർമിനിങ് the natural surroundings, the environment is determining certain conditions to humans. As long as the humans actually become complacent to it, conform to it. അപ്പോൾ ഹ്യൂമൻസ് നമ്മൾ അതിൻ്റെ ഒരു ഹാർമണിയിലേക്ക് എത്തിയാൽ മാത്രമേ, നേച്ചറുമായിട്ട് ഹാർമണി ആയിട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് കൾച്ചറലി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ശ്രദ്ധിച്ചോളം ഈ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നേച്ചർ ആൻഡ് കൾച്ചർ, human culture and nature have to be at. So he actually had an anthropocentric view. എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു ഹ്യൂമൻ ജോഗ്രഫി വ്യൂ വന്നത് ഇവിടെ നിന്നാണ്. ഒരു ഹ്യൂമൻ ആൻഡ് ഹിസ് ആക്ഷൻസ്, however it is determined by the environment and nature, it is his actions that are of paramount importance. അതിനു മുമ്പ് ജോഗ്രഫി പൊതുവേ ആൾക്കാരെ ഫോക്കസ് ചെയ്തല്ലായിരുന്നു, അത് റീജിയൻസിനെയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാൻഡ് ഫോംസിനൊക്കെ ഫോക്കസ് ചെയ്താൽ. ആദ്യമായിട്ടാണ് ഒരു ആന്ത്രോപോസെൻട്രിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. ഇതിനുശേഷം ഹംബോൾട്ട് ആൻഡ് റിറ്റർ വെയർ കൈൻഡ് ഓഫ് കണ്ടംപററീസ്. അപ്പോൾ ഹംബോൾട്ട് നമ്മൾ ഓൾറെഡി കണ്ട ഓഷ്യനോഗ്രഫിയിൽ, ഓഷ്യൻ കറൻസിൽ ദർ ഇസ് എ ഹംബോൾട്ട് കറണ്ട്. എവിടെയാണ്? നമ്മുടെ പെറുവിലെ ഓഫ് ദ കോസ്റ്റ് ഓഫ് പെറു ദർ ഇസ് എ ഹംബോൾട്ട് കറണ്ട്. Now, why is it given that name? Why none of the other currents in other regions are given Humboldt name? The reason ഉണ്ട്. Humboldt was again a German. അപ്പോൾ റിറ്ററും ഹംബോൾട്ടും ഒക്കെ ജർമ്മൻസ് ആണ്. ഈ നമ്മുടെ ജോഗ്രഫിയുടെ ഗ്രോത്ത് പഠിക്കുമ്പോൾ, ഈ ഡിറ്റർമിനിസത്തിൻ്റെ ഒരു പാസേജ് പഠിക്കുമ്പോൾ, ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഫ്രം ഗ്രീക്സ് ആൻഡ് ദെൻ ഈ വെൻ ടു അറബ്സ്. അവിടെ നിന്ന് ഗ്രീക്സ് ആൻഡ് റോമൻസ്, കേട്ടോ, അവിടെ നിന്ന് അറേബ്യ, അവിടെ നിന്ന് അറബ്സ് നിന്ന് ജർമ്മനി. സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫ്ലോ. ഇങ്ങനെയാണ് അത് വന്നേക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ഫേമസ് പേഴ്സണാലിറ്റീസ് 3-4 പേര് ജർമ്മൻസ് തന്നെയാണ്. ഒന്ന് കാൾ റിറ്റർ, അടുത്തത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറഞ്ഞ ആൾ. സോ ഹംബോൾട്ട് ഇസ് കൺസിഡർഡ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ഇൻ ദ സെൻസ് ഹി വാസ് ബോൺ ടു അരിസ്റ്റോക്രസി. പുള്ളിയുടെ പൈസയൊക്കെ ഉപയോഗിച്ചിട്ട് ഹി വെൻറ്റ് ഫോർ എ 5-year long travel to South America, Mexico and South America. South America, what did he do? He actually was kind of very interested in various natural vegetation of various regions. അപ്പോൾ mountainous regionസിലുള്ള natural vegetation, other regionസിലുള്ള ഇത്. So again, he also advocated something similar to what Carl Ritter said. He said that there has to be, every landform has their unique natural vegetation. So humans also, it applies to humans also. So wherever it is, wherever the climatic conditions and the nature determines the kind of vegetation and the kind of humans, kind of human actions and possible actions that humans do are all determined by the environment. എന്നുള്ളത് ഹംബോൾട്ടിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇനി നമ്മൾ അറിയേണ്ടത്, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് റിറ്റർ, ഹംബോൾട്ട്, അതിന് മുന്നേ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ പറഞ്ഞു, അത് കഴിഞ്ഞ് കാൻറ്റ്, റിറ്റർ, ഹംബോൾട്ട്. ഇതിന് ശേഷം അറിയേണ്ടത് ഓഫ് കോഴ്സ് ചാൾസ് ഡാർവിൻ. അപ്പോൾ ചാൾസ് ഡാർവിൻ്റെ തിയറി ഒറിജിൻ ഓഫ് സ്പീഷീസിൽ എന്താ പറയുന്നത്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അൺലെസ് ദോസ് ലിവിങ് ഓർഗാനിസംസ് അഡാപ്റ്റ് ദംസെൽസ് ടു ദ ചേഞ്ചസ് ഇൻ എൻവയൺമെൻറ്റ് ദേ കനോട്ട് സർവൈവ്. അപ്പോൾ അഗെയിൻ ഇറ്റ്സ് ദ എൻവയൺമെൻറ്റ് വിച്ച് ഡിറ്റർമിൻസ് ഹ്യൂമൻ ആക്ഷൻസ് അല്ലെങ്കിൽ ലിവിങ് ബീങ്സിൻ്റെ. അപ്പോൾ ലിവിങ് ബീങ്സിന് വേണ്ടിയിട്ടായിരുന്നു ഡാർവിൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ഹി ഡിഡ്ന്റ് ടോക്ക് അബൌട്ട് ഹ്യൂമൻസ് ആൻഡ് ഹ്യൂമൻ കൾച്ചർ പെർ സെ. അത് ചെയ്തത്
പിന്നീട് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് became so popular across the world. So later on, most of the geographers were hugely inspired by Darwin's work. അതിലൊന്ന് ഫ്രെഡറിച്ച് റാറ്റ്സൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. റാറ്റ്സൽ RATZEL റാറ്റ്സൽ. ഈ പുള്ളിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് വേൾഡ് ഹിസ്റ്ററിയിൽ. വേറൊന്നും കൊണ്ടല്ല. ഹീ അഡ്വക്കേറ്റഡ് എ ടേം കോൾഡ് ലിവിങ് സ്പേസ്, അല്ലെങ്കിൽ ലെബൻസ്റോം എന്നാണ് പുള്ളി വിളിച്ചത്. LEBENSRAUM, ലെബൻസ്റോം. ലെബൻസ്റോം is nothing but living space. He said, not just species, humans also, or countries also, not just species or humans, countries, nations also have to grow in order to survive. Nations have to grow in order to survive. പിന്നീട് വന്ന ജർമ്മൻ ഇമ്പീരിയലിസം, ജർമ്മൻസിനെ പിന്നീടുണ്ടായ ഇമ്പീരിയലിസ്റ്റിക്, അതായത് മറ്റ് നേഷൻസിനെ പിടിച്ചെടുക്കുക, മറ്റ് ടെറിട്ടറീസ് അറ്റാക്ക് ചെയ്യുക, അത് പിടിച്ചെടുക്കുക, ഇതിൻ്റെ ഒക്കെ ബേസിസ് വാസ് ദിസ് റാറ്റ്സൽസ് പോളിസി ഓഫ് ലെബൻസ്ട്രോം. അപ്പോൾ ലിവിങ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹി വാസ് എ ഡിറ്റർമിനിസ്റ്റ്. അപ്പോൾ റാറ്റ്സലിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വാസ് ബേസിക്കലി ഇറ്റ് ഈസ് to survive. Nations have to survive because the environment dictates us to do this. That is why we are bound to do this. Not I understand. These are not possibilities that man has. These are bound by the environment. Okay. ഈ റാറ്റ്സലിൻ്റെ ഒരു ഡിസൈപ്പിൾ ഉണ്ട്, എലൻ സെമ്പിൾ എന്ന് പറഞ്ഞ ഒരു ലേഡി. Now, she was the one who popularized Ratzel's understanding in the United States. Okay. അപ്പോൾ എലൻ സെമ്പിളുടെ ഒരു വലിയ കോട്ടുണ്ട്, that man is a child of the earth, not just a child of the earth, dust to dust, child of the earth. പക്ഷേ nature also gives us problems. Nature mothers us, it gives us problems, but it whispers to us the solutions as well. Very interesting, no? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പോപ്പുലർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ, അമേരിക്കയിലും ജർമ്മനിയിലും. അപ്പോൾ എലൻ സെമ്പിളുടെ പിന്നീട് അവരിൽ നിന്ന് ഇൻസ്പയർഡായ രണ്ട് ഡിറ്റർമിനിസ്റ്റ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഹണ്ടിങ്ടൺ എന്ന് പറഞ്ഞ ഒരാളും, രണ്ട് നമുക്കറിയാവുന്ന വില്യം മോറിസ് ഡേവിസ്, നമ്മുടെ സൈക്കിൾ ഓഫ് ഇറോഷൻ പറഞ്ഞ ആൾ. ഓക്കെ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഡിറ്റർമിനിസം അല്ലെങ്കിൽ എൻവയൺമെൻ്റലിസം എന്ന് പറയുന്ന, എൻവയൺമെൻ്റൽ ഡിറ്റർമിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ നേച്ചർ ഡിഫൈൻസ് us. We do not have, as humans, do not have free will. It's the nature which determines the free will to us. It's the nature which dictates to us whatever we need to do, right? And humans have to act according to what the nature suggests or limits. ഇതിൻ്റെ അവസാനം ഇപ്പോൾ ഇതൊരു 1920s കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ഡിറ്റർമിനിസത്തിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു വന്നു. ആൾക്കാർ പോസിബിളിസത്തിലേക്ക് പതുക്കെ വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരാളാണ് ഗ്രിഫിത്ത് ടെയ്ലർ എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ. He advocated something called stop and go determinism. Stop and go determinism. ഇതിനെ നിയോ ഡിറ്റർമിനിസം എന്നും വിളിക്കും. So what did he say? Griffith Taylor said, nature is like a traffic light. So we can roam around the roads and all that, but it's the nature which determines where to stop and how to stop. So, considering the limitations that the nature imposes, we have a lot of possibilities. But again, those possibilities are limited by nature. So, this is the understanding of Griffith Taylor. അപ്പോൾ ഇത്രയാണ് determinism and environmental determinism and neo-determinism. So, the next video, we'll understand a little bit about possibilism also. Thank you.